എനിക്കെൻ്റെ മോളുടെ അടുത്തൊന്ന് നിന്നൂടെ? നീ എന്തിനാ മണിക്കൂർ 2-3 പ്രാവശ്യം വെച്ച് എന്നെ വിളിക്കണേ? എൻ്റെ സരസ്വതി, എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലെന്നേ. ഞാൻ ഇവിടെ തിരക്ക് കഴിയുമ്പോൾ ഉടനെ വരാം. ശരി ശരി ശരി. അവിടുത്തെ കാര്യം തൽക്കാലം നീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് സരസ്വതി. ഞാൻ പിന്നെ വിളിക്കാട്ടോ. എനിക്ക് ശിവദാസിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ ശിവദാമേ? മാളിയക്കല് ബാലകൃഷ്ണനും യശോദയും നല്ല പേരുകേട്ട തറവാടികളാണ്. ബാലകൃഷ്ണന്റെയും യശോദയുടെയും മക്കളെന്ന് പറയുന്നതും അത്യാവശ്യം നിലയും വിലയുള്ളവരാ. അതില് ശിവദാസിന് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പോ ആ വീട്ടിലോട്ട് കയറി വന്ന മരുമകള് ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ഒപ്പം വേണ്ടേ പെരുമാറാൻ? ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ മകളെ കുറിച്ചാണ്. എന്റെ മോള് എന്ത് നിലയും വിലയും പറഞ്ഞ് പെരുമാറുന്നാ നിങ്ങൾ പറയണേ? അവൾ ആർക്കോ ഒരാൾക്ക് പൈസ ഇട്ട് കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. അതിപ്പോ എനിക്കും അറിയാം. രഘു എന്നല്ലേ അയാളുടെ പേര്? എന്താ അച്ഛാ? രഘുവാണ് ഇവിടുത്തെ വിഷയം. മോന്റെ വക കഴിഞ്ഞപ്പോ അമ്മ തുടങ്ങിയോ? മതിയാക്കടി. നീ നിന്റെ അമ്മയുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കുമ്പോ അതെങ്ങനെ രഘു എടുക്കുന്നേ? രഘു നിന്റെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് നിന്റെ അമ്മയുടെ ATM കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു. നിന്റെ അമ്മയുടെ ATM കാർഡ് എങ്ങനെയാ രഘുവിന്റെ കൈവശം വന്നേ? സത്യം പറ, രഘു നിന്റെ ആരാ? പറയാവണി, രഘു ആരാ? നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ട്, നിന്റെ അമ്മയും സഹോദരിയും നിന്റെ വീട്ടിലുണ്ട്. പിന്നെ ഈ രഘു എനിക്ക് ചിന്തിച്ചിട്ടൊരു പിടുത്തവും കിട്ടുന്നില്ല. നിങ്ങൾ എന്തൊക്കെ കാര്യം മറച്ചു വെച്ചിട്ടാ നിങ്ങളെ മോളെ എന്റെ മോന്റെ തലയിൽ കെട്ടിവെച്ചത്? രണ്ടിന്റെ മുഖം കണ്ടാലേ അറിയാം പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ ബന്ധമാണ്. അതെന്ത് തരം ബന്ധമായാലും ശരി, എനിക്കതറിയണം. അറിഞ്ഞേ പറ്റൂ. അച്ഛനും മകളും നല്ലോണം ഇരുന്നൊന്ന് ആലോചിക്കും. എത്ര നേരം എടുത്താലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് സത്യം അറിയണം.